നമസ്കാരം. ആളാവാൻ നോക്കിയ കെ.ടി. ജലീലിനെ തൂക്കിയെറിഞ്ഞ് ഫിറോസ് സാഹിബ് കയ്യടി നേടുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ ഇതാ അന്ത്യം കുറിച്ചിരിക്കുന്നു. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് അത് സത്യമാണെന്ന് വാദിക്കുമ്പോൾ കെ.ടി. ജലീൽ ഓർത്തു കാണില്ല, നിങ്ങളെക്കാൾ ശക്തരായവർ ഇവിടെയുണ്ട് എന്ന കാര്യം. തിരൂർ മലയാള സർവകലാശാലയ്ക്കായി ഭൂമി ഏറ്റെടുത്തത് UDF ഭരണകാലത്താണെന്ന കെ.ടി. ജലീലിന്റെ പ്രസ്താവന സമൂഹത്തിൽ വലിയ വിവാദത്തിനായിരുന്നു തുടക്കം കുറിച്ചത്. ജനങ്ങളുടെ സ്മരണയെ പോലും അവഹേളിക്കുന്നത് പോലെയാണ് ഇത്തരമൊരു കള്ളപ്രചാരണം അദ്ദേഹം തുടങ്ങിവെച്ചത്. പക്ഷേ അതിനോട് യുക്തിപൂർവ്വം പ്രതികരിച്ച മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബ് ഈ കള്ളത്തെ തൂക്കിയെറിഞ്ഞു. രാഷ്ട്രീയ ലാഭത്തിനായി ജനങ്ങളുടെ മനസ്സിനെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ച കെ.ടി. ജലീലിനെ സമൂഹം കാണിച്ചു തരേണ്ടതുണ്ടെന്ന് ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നടപ്പിലാക്കിയത്. തിരൂർ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്തത് UDF ഭരണകാലത്താണെന്ന കെ.ടി. ജലീലിന്റെ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു കഴിഞ്ഞു. 2016 ഫെബ്രുവരിയിൽ UDF ഭരണസമയത്ത് 3 പ്രപ്പോസലുകൾ കളക്ടർ ഇത് സംബന്ധമായി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഒരു തീരുമാനവും സർക്കാർ എടുത്തിരുന്നില്ല. അക്കാലത്തെ തിരൂർ MLA ആയിരുന്ന C മമ്മൂട്ടിയുടെ താൽപര്യപ്രകാരമാണ് ഭൂമി ഏറ്റെടുത്തതെന്ന ജലീലിന്റെ വാദവും അടിസ്ഥാനരഹിതമാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി C മമ്മൂട്ടി നൽകിയ അപേക്ഷയ്ക്ക് 2017 ജനുവരി 31 മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു. 2016 ഇടതു സർക്കാർ വന്നതിന് ശേഷം ധാരണയുണ്ടാക്കി കൊള്ളവിലയ്ക്ക് സർക്കാരിന് മറച്ചുവിറ്റ കൊടും അഴിമതിക്കാണ് കെ.ടി. ജലീൽ നേതൃത്വം നൽകിയതെന്നും ഫിറോസ് ആരോപിച്ചു. ജലീലിന് സത്യാവസ്ഥ പറഞ്ഞുകൊണ്ടുവരാൻ വിജിലൻസ് അന്വേഷണത്തിന് തയ്യാറുണ്ടോ എന്നും ഫിറോസ് ചോദിച്ചു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് അഴിമതിയിൽ നിന്നും രക്ഷപ്പെടാനാണ് ജലീൽ ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹം നേരിട്ട് ഇടപാടിൽ പങ്കെടുത്തതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും ഫിറോസ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. തിരൂർ മലയാള സർവകലാശാലയെക്കുറിച്ചുള്ള തീരുമാനം, ഭൂമി ഏറ്റെടുക്കൽ, സർക്കാർ നടപടികൾ എന്നിവയെല്ലാം ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ പ്രക്രിയയിൽ UDF ഭരണകാലത്തെ പങ്ക് തുറന്നു വെച്ചിട്ടുള്ള സാഹചര്യത്തിൽ അതിനെ മറച്ച് സ്വന്തം രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച കെ.ടി. ജലീലിന്റെ പ്രസ്താവന ജനങ്ങളെ വഞ്ചിക്കാനുള്ള ശ്രമം മാത്രമാണ്. ഭൂമിയുടെ ഉടമസ്ഥതയിൽ നിന്ന് പദ്ധതി ആരംഭിച്ചതുവരെ എല്ലാം പരിശോധിച്ചു നോക്കിയാൽ ജലീലിന്റെ വാദം പച്ചക്കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തന്റെ പങ്ക് ഉയർത്തിക്കാട്ടി രാഷ്ട്രീയത്തിൽ ആളാവാൻ നോക്കിയതൊഴിച്ചാൽ ജനക്ഷേമം മുൻനിർത്തിയുള്ള ഒരു പ്രവർത്തനവും കെ.ടി. ജലീലിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഥവാ സ്വന്തം പേര് വാർത്തകളിൽ നിറയ്ക്കാനുള്ള ആഗ്രഹം മാത്രം നിറവേറ്റാനാണ് ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹം പുറപ്പെടുവിക്കുന്നത് പോലും. ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാതെ സാമൂഹികമായ അടിസ്ഥാന വികസന പദ്ധതികളെ പോലും രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയത്തിലെ ഉത്തരവാദിത്തമില്ലായ്മയുടെ ലക്ഷണം തന്നെയാണ്. ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾ ഒരു വ്യക്തിയുടെ പ്രശസ്തിക്കായി മാത്രമല്ല, അത് മുഴുവൻ പാർട്ടിയെയും സർക്കാരിനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. ജനങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ഭരണ നിർവഹണത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ജനങ്ങളുടെ മനസ്സ് കളങ്കപ്പെടുത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം ജനങ്ങളിൽ തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു. ഭരണത്തിന് ജനവിശ്വാസം ആവശ്യമായ സമയത്ത് ഇത്തരത്തിലുള്ള കള്ളപ്രസ്താവനകൾ സർക്കാരിനെയും ഭരണ സംവിധാനത്തെയും പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ്. ജനങ്ങൾക്കായി വസ്തുതയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ് ആവശ്യമായത് എന്ന തിരിച്ചറിവോടെയാണ് PK ഫിറോസ് സാഹിബ് ഈ പ്രസ്താവനയെ തൂക്കിയെറിഞ്ഞത്. യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് കള്ളപ്രചാരണത്തിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ അവകാശങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കണമെന്ന് കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ശരിയായ ദിശാബോധം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ്. ജനങ്ങളുടെ നികുതി പണത്തിൽ പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനങ്ങൾക്ക് മേൽ വിശ്വാസം സ്ഥാപിക്കണമെങ്കിൽ വ്യക്തിത്വ രാഷ്ട്രീയത്തെക്കാൾ ജനക്ഷേമമാണ് മുൻനിർത്തേണ്ടത്. കള്ളപ്രചാരണം കൊണ്ട് ജനങ്ങളുടെ മനസ്സ് കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികൾക്കെതിരെ സമൂഹം ജാഗ്രത പാലിക്കുക തന്നെ വേണം. വസ്തുതകൾ അറിയുകയും ഉത്തരവാദിത്തമുള്ള നേതാക്കളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ജനാധിപത്യ ബോധം ശക്തമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കേണ്ടത്. ഇതിനു മുൻപും കെ.ടി. ജലീൽ പലതവണ വിവാദങ്ങളിൽപ്പെട്ട വ്യക്തി തന്നെയാണ്. പാർട്ടിയെയും സർക്കാർ നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ പലതവണ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. ഏതൊരു പ്രശ്നത്തെയും വസ്തുതാപരമായി വിലയിരുത്താതെ അർദ്ധസത്യങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രസ്താവനകൾ എന്നിവയിലൂടെ ജനങ്ങളെയും മാധ്യമങ്ങളെയും കലക്കിവിടുകയാണ് അദ്ദേഹത്തിന്റെ രീതി.
ഓരോ തവണയും അതിനാലുണ്ടായ കുഴപ്പങ്ങളും പ്രതിസന്ധികളും ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും രാഷ്ട്രീയ ലാഭത്തിനായി വീണ്ടും വീണ്ടും അതേ വഴിയാണ് KT ജലീൽ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾക്കും ജനാധിപത്യ ബോധമുള്ളവർക്കും ഈ രാഷ്ട്രീയക്കാരന്റെ രീതികൾ മനസ്സിലാകാതെ ഇരിക്കില്ല. വസ്തുതകളെ മറയ്ക്കുകയും ജനങ്ങളുടെ അവകാശങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന നേതാവിനെ വിശ്വസിക്കാനാകുമോ? വികസന പദ്ധതികൾക്കായി ജനങ്ങളുടെ പണം ചെലവഴിക്കുന്ന സമയത്ത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സ് കളങ്കപ്പെടുത്തുന്നത് സമൂഹത്തിനെതിരെയുള്ള വലിയ കുറ്റകൃത്യമാണ്. ജനങ്ങൾക്ക് വേണ്ടിയല്ല, സ്വന്തം പ്രസ്താവനകൾക്ക് മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും സ്ഥാനം ലഭിക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം എന്നതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഒരു ജനപ്രതിനിധി വാ തുറക്കുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം നേടേണ്ടതാണ്. പക്ഷേ ഓരോ പ്രസ്താവനയും വിവാദത്തിലേക്ക് വഴിമാറുകയും ജനങ്ങളുടെ മനസ്സിൽ സംശയം മാത്രം വളർത്തുകയും ചെയ്യുന്ന രീതിയാണ് KT ജലീലിന്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരമൊരു വ്യക്തിക്ക് വേറെ എന്താണ് ചെയ്യാനുള്ളത്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലോ ഭരണത്തിൽ സുതാര്യത കൊണ്ടുവരലോ അല്ല. കള്ളങ്ങൾ പ്രസ്താവിച്ച് ചർച്ചകളിൽ നിറയുകയാണ് അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം. ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ആവർത്തിച്ചു വരുന്നത് ജനാധിപത്യത്തെ ദുർബലമാക്കുന്ന രീതി തന്നെയാണ്. വസ്തുത മനസ്സിലാക്കാതെ പ്രസ്താവനകൾ വിശ്വസിച്ചാൽ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ വേരൂന്നും. അതിനാൽ ജനങ്ങൾ വസ്തുതകൾ പൂർണ്ണമായും പരിശോധിക്കാനും ഉത്തരവാദിത്തമുള്ള നേതാക്കളെ പിന്തുണയ്ക്കാനും കള്ളത്തരം പറയുന്നവരെ തുറന്നു പറഞ്ഞ് ചോദ്യം ചെയ്യാനും മുന്നോട്ട് വരേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്.